കാരണം മമ്മൂട്ടി എന്നൊരു ആക്ടറെ കുറിച്ചിട്ടല്ലേ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. കാരണം എന്താണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ബിഹേവിയർ, അദ്ദേഹത്തിൻ്റെ അഭിനയം എന്താണെങ്കിലും അതിൽ എവിടെയാണെങ്കിലും ആ ഒരു ഡീസൻസി കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ഭാര്യ ഭർത്തൃബന്ധത്തിനെ കുറിച്ചിട്ട് മമ്മൂട്ടി പറഞ്ഞ വാക്കുകളാണ്. പല സ്ഥലങ്ങളിലും നമ്മൾ കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. എത്ര വ്യക്തമായിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മുറിച്ചു മാറ്റാൻ പറ്റുന്ന ബന്ധമാണ് ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ അല്ലേ, ആ ബന്ധത്തിൽ നിന്നാണ് മുറിച്ചു മാറ്റാൻ പറ്റാത്ത റിലേഷൻസ് ഉണ്ടാവുന്നത് എന്നുള്ളത്. എത്ര ശരിയാണത്. പിന്നീട് അദ്ദേഹം തന്നെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു, എല്ലാ ബന്ധങ്ങളും നമ്മൾ മുറിച്ചു മാറ്റാൻ പറ്റാത്ത റിലേഷനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ മക്കളായിക്കോട്ടെ, ഉമ്മയായിക്കോട്ടെ, വാപ്പയായിക്കോട്ടെ, അമ്മാവന്മാരായിക്കോട്ടെ, ഇതൊക്കെ എന്ന് പറഞ്ഞാലാണ് നമ്മൾ മുറിച്ചു മാറ്റാൻ പറ്റാത്ത ബന്ധങ്ങളിൽ. ചില സമയങ്ങളിലൊക്കെ നമ്മൾ ഇത്തരം ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ഈ ബന്ധത്തെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വേണ്ട കെയറിങ് കൊടുത്തിട്ടില്ല, വേണ്ട ശ്രദ്ധ കൊടുത്തിട്ടില്ല. അങ്ങനെ സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്നത് എന്താണ് എന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ആദ്യം തന്നെ മുറിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു ഡിവോഴ്സ് കൊണ്ട് ഒഴിവായി പോകുന്ന ഒരു ബന്ധമാണ് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ളത് എന്നുള്ളതാണ്. അതേസമയത്ത് മറ്റുള്ള ബന്ധങ്ങൾ എത്ര തന്നെ നമ്മൾ അത് തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടോ ആ റിലേഷൻ അവിടെ വിട്ടു പോണില്ല എന്നെങ്കിലും ഒരിക്കലും അവർ ഒന്നായി തീരും എന്നുള്ളത് തന്നെയാണ്. കാരണം അത് അറ്റുപോവാത്ത ബന്ധങ്ങളാണ്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടത് ഏത് ബന്ധത്തിനെയാണ്. ഈ ഒരു ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കി തന്നെ ഏത് സമയത്തും നമ്മളെ കൂടെ നിൽക്കുന്ന ഒരു ബന്ധമാണ് ഒരു ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു ബന്ധത്തിനെ ഊട്ടി ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ, വിട്ടു പോവാതിരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് കൊടുക്കേണ്ട പരിഗണനയും ശ്രദ്ധയും കെയറിങ്ങും എല്ലാം എന്തുവാണ് നമ്മൾ കൊടുക്കണം എന്നുള്ളത് തന്നെയാണ്. മറ്റു ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിനെ അടിച്ചു താത്തുമ്പോൾ, അതല്ലെങ്കിൽ അതിന് പരിഗണന കൊടുക്കാതിരിക്കുമ്പോൾ, അവരെ അപമാനിക്കുമ്പോൾ, ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, അത്രയും ഈ ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പ്രാധാന്യമുണ്ട്. എപ്പോഴും ഒരു ഭാര്യയും ഭർത്താവുമാണ് കൂടെ ഉണ്ടാവുക. എല്ലാവരും നമ്മളെ വിട്ടു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും, എത്ര ഇഷ്ടമില്ല എന്നുണ്ടെങ്കിലും, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ബോണ്ടില്ല, എത്ര ഇഷ്ടമില്ല എന്നുണ്ടെങ്കിലും എല്ലാവരും ഒരു സമയത്ത് നമ്മളെ വിട്ടു പോകും. അവസാനം ആ വീട്ടിൽ ബാക്കിയാവുന്നത് ഈ ഭാര്യയും ഭർത്താവും മാത്രമാണ്. അപ്പോൾ ആ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല രീതിയിൽ സ്നേഹത്തോട് കൂടിയിട്ട് ബെസ്റ്റ് ഫ്രണ്ടായിട്ട് അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എത്ര ഹാപ്പി ആയിട്ട് അവിടെ ജീവിക്കാം. അതേ സമയത്ത് മക്കൾക്ക് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ വീട്ടുകാർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് നമ്മൾ അവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ ബോണ്ടില്ലാതെ കീരിയും പാമ്പും പോലെ ഒരു വീട്ടിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് ആ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കുക, നമ്മൾ മനസ്സിലാക്കുക ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളതും. അതുകൊണ്ട് നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കുക, മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതും കൊടുക്കേണ്ടതെന്നല്ല കൊടുക്കണം. പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സ്വന്തം ഭാര്യനെയോ അതല്ലെങ്കിൽ ഭർത്താവിനെയോ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ, അതല്ലെങ്കിൽ അവരെ മാറ്റി വെക്കുമ്പം, അവരെ ഇൻസൾട്ട് ചെയ്യുമ്പം, അവരെ പരിഗണിക്കാതിരിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് നല്ലൊരു ഭാവിയാണ്, നല്ല സമാധാനമാണ്. അപ്പോൾ എല്ലാവരുടെ പറയാനുള്ളത്, എല്ലാ ഭാര്യ ഭർത്താക്കന്മാരുടെ അടുത്തും പറയാനുള്ളത്, എല്ലാവരും സ്നേഹത്തോട് കൂടിയിട്ട് പെരുമാറുക. ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മൾ നമുക്ക് കൊടുക്കുക, നമ്മളെ ജീവിതത്തിന് കൊടുക്കുക. നമ്മളെ ജീവിതം തട്ടിത്തെറിപ്പിക്കാൻ, അതല്ലെങ്കിൽ അതിൽക്കിടയിൽ കനലുകൾ ഇടാൻ, തീപ്പൊരി വാരി ഇടാൻ ഇഷ്ടംപോലെ ആളുകളുണ്ടാവും. അത് മനസ്സിലാക്കുക, നമ്മളെ കൂടെ എപ്പോഴും നമ്മളെ ഉണ്ടാവുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ജീവിതത്തിനെ തിരുത്താൻ നോക്കുക, അറിയാൻ നോക്കുക. നമുക്കിടയിൽ ഒരുപാട് ആളുകൾ കയറി ഇറങ്ങും, പക്ഷെ അതിലൊന്നും ചെയ്യാതെ നമ്മളെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയി ജീവിച്ചു കഴിഞ്ഞാൽ അത്രയും മനോഹരമാണ് ഒരു ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. ഞാൻ മുന്നിലുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നമ്മൾ ഭാര്യയും ഭർത്താവിനെയും ഭർത്താവ് ഭാര്യനെയും കണ്ടു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ്. നമ്മളെ മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് സാഹചര്യങ്ങളിലും മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ ആ വിശ്വാസം നമ്മൾ നേടിയെടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. നിങ്ങളെ കമൻസും കാര്യങ്ങളൊക്കെ അറിയിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ അറിയിക്കുക. പല ആളുകൾക്കും പല അഭിപ്രായങ്ങളാവും ഉണ്ടാവുക. അപ്പോൾ അത് നിങ്ങളും കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അറിയിക്കുക. തെറ്റുകളും മിസ്റ്റേക്കുകളും അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാ ലൈഫിലും ഉണ്ടാവും. അപ്പോൾ അത് തിരുത്താൻ നമ്മൾ എന്ത് ചെയ്യുക, ശ്രമിക്കുക എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻസ് ആണ്. നമ്മളെ മനസ്സിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, തുറന്ന് സംസാരിക്കണം. ഭാര്യയും ഭർത്താവും തമ്മിൽ തുറന്ന് സംസാരിക്കണം. ആ തുറന്ന് സംസാരിച്ച് അത് തീർക്കുക. ഒരു രാത്രിയിൽ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, തെറ്റിയിരിക്കാൻ പാടില്ല. രാത്രി കിടന്നുറങ്ങുന്നതിൻ്റെ മുന്നേ ആ തെറ്റ് മാറ്റിയിട്ട് വേണം ഒരു ഭാര്യയും ഭർത്താവും കിടന്നുറങ്ങാൻ. അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇനി അങ്ങനെ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാതെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാൾക്കും നല്ല പ്രശ്നങ്ങളുണ്ടായി മനസ്സിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കൗൺസിലറെ കാണുക. അവിടെ നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടാവും. സൊല്യൂഷൻ ഇല്ലാത്തതാണ് എന്നുണ്ടെങ്കിൽ അതിനുണ്ടാവും ഒരു സൊല്യൂഷൻ എന്നുള്ളതാണ്. എല്ലാ ഭാര്യ ഭർത്താക്കന്മാരടുത്തും പറയാനുള്ളത്, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അത് നിങ്ങൾ മാറ്റി വെക്കുക. നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ജീവിതകാലം മുഴുവനും നിങ്ങളെ കൂടെ ഉണ്ടാവും. രണ്ടാളും പരസ്പരം താങ്ങും തളരുമായിട്ട് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആളുകൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കൗൺസിലിങ്ങിന് വിധേയമാവുക.
ആരെടുത്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ അവിടെ ഈഗോ ഒക്കെ ഒന്ന് മാറ്റി വെക്കുക. ഞാൻ അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ താന്നു പോകും എന്നുള്ള വിചാരം രണ്ടാളും മാറ്റി വെക്കുക. അല്ലെങ്കിൽ മറ്റുള്ളവർ ഞങ്ങൾ അങ്ങനെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് വിചാരിക്കും, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളത് ഞങ്ങൾ മാറ്റി വെക്കുക. മറ്റുള്ളവർ എന്തോ വിചാരിച്ചോട്ടെ, മറ്റുള്ളവർ നമുക്ക് സമാധാനം തരും, ഒരിക്കലും സമാധാനം തരില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചിന്തന അങ്ങോട്ട് മാറ്റി വെക്കുക. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളത്, നമുക്ക് വേണ്ടത് മനസ്സമാധാനമാണ്, നല്ലൊരു കുടുംബജീവിതമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക. പഠിച്ചവൻ എല്ലാവർക്കും അതിനുള്ളൊരു ഭാഗ്യം തരട്ടെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മറ്റുള്ളവർക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ആ ഒരു ബെല്ലൈക്കണും കൂടെ അമർത്തുക. അതിൻ്റെ പുതിയ വീഡിയോസുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.